രാമക്ഷേത്രത്തിലെ കൊള്ളയെ സംബന്ധിച്ചുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. അത് യഥാർത്ഥത്തിൽ നമ്മളെ ആരെയും പേടിപ്പെടുത്തുന്ന വാർത്തകളാണ്. ഇതുപോലെ ഈ ഈ വിശ്വസിക്കുന്ന ആളുകൾ കൊണ്ട് കൊടുക്കുന്ന പണം തോന്നിവാസം പോലെ എടുത്ത് ചിലവാക്കുന്നവരും വല്ലവരും എടുത്ത് തിന്നുന്നവന്മാരെയും നമ്മൾ എന്ത് പറയാൻ പറ്റും? അവർക്ക് ഏത് രാഷ്ട്രീയം ഉണ്ടെങ്കിലും അത് രാഷ്ട്രീയമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അന്ന് രാഷ്ട്രീയമല്ല, അത് യഥാർത്ഥത്തിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെന്നും പറഞ്ഞ് അവരങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. ഇറങ്ങിയിട്ട് രാമക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ട്രസ്റ്റ്, ആ ട്രസ്റ്റിൽ മുഴുവൻ ഇതുപോലെ പണം അടിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ ആയിട്ട് അതിനകത്ത് മാറിയിരിക്കുകയാണ്. അവിടുന്ന് ഇപ്പോൾ അന്വേഷണത്തിൽ വെളിവായത് കാണാതായത് 70 കിലോ വെള്ളിക്കട്ടകളാണ്. 70 കിലോ എത്ര രൂപ വരും നിങ്ങൾ കണക്കാക്കി നോക്കിക്കോളൂ. വെള്ളിയുടെ വില നോക്കിയിട്ട് കിലോയാണ്. അങ്ങനെയുള്ള 70 കിലോ വെള്ളിക്കട്ടകൾ. അതുപോലെ സ്വർണം, വെള്ളി, രത്നങ്ങൾ, ഇതെല്ലാം കൂടെ ഒരു 1250 എണ്ണം കാണാതെ പോയിട്ടുണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ അതിൻ്റെ ഡയമണ്ട്, അതും കൂടാതെ ശ്രീരാം വിഗ്രഹങ്ങൾ, ഐഡൽസ് ഒരുപാടെണ്ണം കാണാതെ പോയി. അതൊക്കെ പഞ്ചലോഹത്തിലൊക്കെ തീർത്തതൊക്കെയാണ്. കോടിക്കണക്കിന് രൂപ വിലയുള്ള സാധനങ്ങളാണ് ആ പോയേക്കുന്നത് മുഴുവൻ. അപ്പോൾ അതും പോയിട്ടുണ്ട്. ഇനി എന്താണെന്നറിയോ, ഇതൊന്നുമല്ല, അവിടെ വസ്തു വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇവർക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടിയല്ലോ. ഈ വിശ്വാസമുള്ള ജനങ്ങൾ അങ്ങ് കൊടുക്കും. മാത്രമല്ല, അവിടെ ഭൂമി പൂജ നടത്തിയത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയാണ്. അതുപോലെ തന്നെ ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് യജമാനായിട്ട് നിന്നതും ഒക്കെ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ പ്രധാനമന്ത്രി ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ പോകുമ്പോൾ ജനങ്ങൾക്ക് അതിലൊരുപാട് വിശ്വാസ്യത ഉണ്ടാവും. ആ വിശ്വാസ്യത ഉണ്ടായപ്പോൾ അതിനകത്ത് വിശ്വാസികൾ ചെയ്യുന്നത് എന്താണെന്നറിയോ, വിശ്വാസ്യത കൂടുമ്പോൾ അവരങ്ങ് പണം കൊടുക്കും. അവർ സ്വർണം കൊടുക്കും, വെള്ളി കൊടുക്കും, രത്നങ്ങൾ കൊടുക്കും, അതുപോലെ പണവും കൊടുക്കും. 200 കോടി രൂപയാണ് ആ പണം, ക്യാഷ് മാത്രം പോയേക്കുന്നത്. 200 കോടി രൂപ പണം പോയേക്കുന്നത്. പിന്നെ അതേപോലെ ബാക്കി വസ്തു വാങ്ങിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വസ്തു വാങ്ങിച്ച് കൂട്ടുന്നത് യഥാർത്ഥത്തിൽ വന്നത് 2 കോടി രൂപയുടെ വസ്തു 18.5 കോടി രൂപയ്ക്കാണ് വാങ്ങിച്ചേക്കുന്നത്. 2 കോടി രൂപ വിപണി മൂല്യം, മാർക്കറ്റ് വിലയുള്ള വസ്തു 18.5 കോടി രൂപയ്ക്ക് വാങ്ങി. ഇതാണ് ഒന്ന്. വേറൊരു പ്ലോട്ട് അതേപോലെ തന്നെ 3 കോടി രൂപ വിലയുള്ള, അതായത് മാർക്കറ്റ് വിലയുള്ള വസ്തു വാങ്ങിച്ചേക്കുന്നത് 24 കോടി രൂപയ്ക്കാണ് വാങ്ങിച്ചേക്കുന്നത്. വേറെ ഒരെണ്ണം 9 കോടി രൂപ വിലയുള്ള, മാർക്കറ്റ് വിലയുള്ള ഒരു വസ്തു. അത് തന്നെ ഈ മാർക്കറ്റ് വില എന്ന് പറയുന്നത് തന്നെ കൂടിയ വിലയാണ്, യഥാർത്ഥ വിലയല്ല, കൂടിയ വിലയാണ്. ആ വസ്തു 9 കോടി രൂപയുടെ വസ്തു വാങ്ങിച്ചേക്കുന്നത് 55 കോടി രൂപയ്ക്കാണ്. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 70 കിലോ വെള്ളി, 1250, അതായത് എല്ലാം കൂടെ, അതായത് സ്വർണം, വെള്ളി, രത്നങ്ങൾ, പിന്നെ ശ്രീരാമിൻ്റെ ഐഡൽസ്, പ്രതിമകൾ, അത് മുഴുവൻ ഇതുപോലെ പോയിട്ടുണ്ട്, എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. 200 കോടി രൂപ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഈ വസ്തു വായ്പ 2 കോടി രൂപയുടെ വസ്തു 18.5 കോടി രൂപയ്ക്ക്, 3 കോടി രൂപയുടെ വസ്തു 24 കോടി രൂപയ്ക്ക്, അതുപോലെ 9 കോടി രൂപയുടെ വസ്തു 55 കോടി രൂപയ്ക്ക്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇതൊക്കെ നമുക്ക് പ്രധാനമന്ത്രിക്ക് ഉത്തരവാദിത്തമല്ലേ? ഇത് പ്രധാനമന്ത്രി ഇതിൻ്റെ യജമാനായിട്ടൊക്കെ നിൽക്കുമ്പോൾ ഇത് ഈ കാര്യത്തിനും കൂടെ ഉത്തരവാദിത്തം വേണ്ടേ? അവിടുത്തെ അതുപോലെ യോഗി ആദിത്യനാഥ്, അയാൾക്ക് ഉത്തരവാദിത്തമില്ലേ ഇതിനകത്ത്? അദ്ദേഹമൊക്കെ ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഈ വിശ്വാസികളുടെ വിശ്വാസം കൂട്ടി ഉറപ്പിക്കാനായിട്ട് നടന്ന് ഇതേപോലെ അവരുടെ എല്ലാം പണം ഇതേപോലെ അടിച്ചുകൊണ്ട് പോകാനുള്ള മാർഗം ഉണ്ടാക്കി കൊടുത്തതാണ്. ഇപ്പം മിണ്ടാൻ വയ്യാതെ നിൽക്കുക. ഇത് യഥാർത്ഥത്തിൽ സമാജ്വാദി പാർട്ടി, അഖിലേഷ് യാദവാണ് യഥാർത്ഥത്തിൽ മുമ്പോട്ട് കൊണ്ടുവന്നത്. അത് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് ആരും അറിയത്തില്ല, ഇതങ്ങ് പോയിക്കൊണ്ടിരിക്കും. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യാതാണ് ഈ SITയുടെ അന്വേഷണം ഓർഡർ ചെയ്തത്. എന്നാൽ ആദ്യമേ തന്നെ, മാത്രമല്ല അവിടുത്തെ CCTV ക്യാമറകൾ മുഴുവൻ ഷട്ട് ഡൗൺ ചെയ്ത് ഓഫ് ചെയ്തിട്ടാണ് ഈ പണി മുഴുവൻ ചെയ്യുന്നത്. കഴിഞ്ഞ ഏതാണ്ട് 40 മണിക്കൂർ മുമ്പ്, 48 മണിക്കൂർ മുമ്പ് മുതലുള്ള CCTV ദൃശ്യങ്ങളെ അവൈലബിൾ ആയിട്ടുള്ളൂ.
കാരണം അതുവരെ ഇത് ഓഫ് ചെയ്തിട്ടേക്കാണ്. അന്ന് വരെ പണം അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതുപോലെയാണ് പൈസ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എന്നിട്ട് ഇതിൻ്റെ ഈ ഭാരവാഹികൾ, ഈ പണം എണ്ണുന്നവന്മാരൊക്കെ എന്നൊക്കെ പറയുന്നത് ഇവരുടെ എല്ലാം ബന്ധുക്കളാണ് കേട്ടോ. ആ രാമക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഏതാണ്ട് ചെയർമാനോ അയാളുടെയൊക്കെ ബന്ധുക്കളാണ് അതൊക്കെ. അവരെല്ലാം ഈ പണം എണ്ണുന്നതിന് നിയോഗിച്ചേക്കുകയാണ്, ഒക്കെ ജോലിക്ക് വെച്ചേക്കുക. ഈ പണം എണ്ണുന്നവന്മാരുടെ വീടൊക്കെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയോ, അവരൊക്കെ ഒരുപാട് വസ്തു വാങ്ങിയിട്ടുണ്ട്, ഒരുപാട് പണമുണ്ട്, അവരുടെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് സ്വർണം വീണ്ടെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഈ വിവരങ്ങളാണ് വെളിയിൽ വരുന്നത്. ഇനി ഇത് മുഴുവൻ വെളിയിൽ വന്നാൽ നല്ലതായിരുന്നു. കാരണം ഇതിൻ്റെ ഈ കള്ളത്തരം, ഈ കള്ളനാണയങ്ങളെ നമുക്ക് പുറത്തോട്ട് കൊണ്ടുവരാമായിരുന്നു. അത് മുഴുവൻ വെളി വരും എന്നൊന്നും നമുക്ക് പറയാനൊക്കത്തില്ല. കാരണം അതിൻ്റെ പുറയിൽ അതുപോലത്തുള്ള തൽപര കക്ഷികളാണ്. അവിടെ വരുമ്പോൾ സംഘപരിവാർ കയറി വരും, അതുപോലെ BJP കയറി വരും. ആണ് എന്തായാലും സമാജ്വാദി പാർട്ടി ചെയ്ത ഒരു നല്ല കാര്യം കൊണ്ട് ഈ വിവരം ജനങ്ങൾ അറിയുന്നു. ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഇടയിലാണ് മധുര ക്ഷേത്രത്തിലെ അതുപോലെ കോടിക്കണക്കിന് രൂപ അതിൻ്റെ അടിച്ചുകൊണ്ട് പോയേക്കുന്നതിൻ്റെ വിവരങ്ങൾ വെളി വരുന്നത്. എവിടെ ഉണ്ടെങ്കിലും കേട്ടോ, എവിടെ ഇതുപോലെ ക്ഷേത്രങ്ങളിലോ ഇതുപോലെ അമ്പലങ്ങളിലോ പള്ളികളിലോ ഒക്കെ പണം ഉണ്ടെങ്കിലും അത് അടിച്ചുകൊണ്ട് പോകാൻ ഇഷ്ടമുള്ള പോലെ ആളുകൾ കാണും. അതടിച്ചാൽ അവർക്ക് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല, ഒരു ചുക്കം ഉണ്ടാകത്തില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, രാമഭഗവാന് ഇത് ചോദിക്കാനുള്ള മാർഗമുണ്ടോ? ഒന്നുമില്ല. അദ്ദേഹത്തിന് ചോദിക്കാൻ ഒക്കത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആളുകളെന്നും പറഞ്ഞാൽ അവിടെ നിൽക്കുന്നവരെ, അടുത്ത് നിൽക്കുന്നവരല്ലേ ഇത് അടിച്ചുകൊണ്ട് പോകുന്നത് എന്ന് പറഞ്ഞതുപോലാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നത്. എവിടെ മുതൽ കൂടുതൽ ഇരിപ്പുണ്ടോ അതിന് ചോദിക്കാനും പറയാനും ആളില്ലാതാവും. അത് ആളുകൾ അടിച്ചുകൊണ്ട് പോകാനായിട്ട് കാത്തു നിൽക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. അവരത് കൊണ്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കണം. ആവശ്യമില്ലാതെ പണം കൊടുക്കരുത്. പണം ഇവർക്ക് ഭഗവാൻ ആവശ്യമില്ല, ഞാൻ ഇന്നാളെ പറഞ്ഞതുപോലെ പണം കൊടുക്കുകയോ ചെയ്യരുത്. എന്തിന്? നമ്മൾ പ്രാർത്ഥിച്ചോളൂ, ഭഗവാനെ സ്തുതിച്ചോളൂ, ഭഗവാനെ പൂജിച്ചോളൂ. പക്ഷേ ഭഗവാന് പണത്തിൻ്റെ ആവശ്യമില്ല എന്നാദ്യം തിരിച്ചറിയണം. അതാണ് വേണ്ടത്.